അപ്പോൾ പൊട്ടിത്തെറിക്കാൻ മാത്രം വലിപ്പമുള്ളതുകൊണ്ടാണ് പൊട്ടിത്തെറിക്കുന്നത്. നമ്മളിപ്പോൾ അങ്ങനെ പൊട്ടിത്തെറിക്കാനായിട്ടില്ലല്ലോ, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ശക്തമായിട്ട് ഫാസിസത്തിനെതിരെ നിലപാടെടുത്ത് ആദർശ രാഷ്ട്രീയം കൊണ്ട് ഇന്ന് നാട്ടിൽ ജനങ്ങൾ അനുഭവിക്കുന്ന പൊളിറ്റിക്കൽ നെക്സസ്, അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പൊളിറ്റിക്കൽ ലീഡേഴ്സ് തമ്മിലുള്ള ആ നെക്സസ് അത് ചർച്ച ചെയ്യുന്നുണ്ട്. അത് വളരെ ഗൗരവത്തിൽ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. ഈ മറ്റു പാർട്ടികളിൽ നിന്നുള്ള ആരെങ്കിലും കൊല്ലം ജില്ലയിൽ ബന്ധപ്പെടുകയോ വല്ലതും ചെയ്തിട്ടുണ്ടോ? പലയിടത്തും പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായി. അല്ല, പൊട്ടിത്തെറി ഇല്ലാതെ തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്, പൊട്ടിത്തെറിക്ക് ശേഷവും ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. അതൊക്കെ 1-2 മാസത്തിനുള്ളിൽ ചിത്രം കുറച്ചും കൂടി വ്യക്തമാവുന്നത്. ഇതൊക്കെ എന്നോ പൊളിഞ്ഞ വാദല്ലേ, തലക്ക് വെളിവില്ലവർ വല്ലതും പറയുമോ? കേരളത്തിലാകെ ഒട്ടാകെ പരിശോധിച്ചാൽ ഇവർക്കൊക്കെ എത്ര വോട്ടാണ് ഉള്ളത്? അത് വെച്ചിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി തോൽപ്പിക്കാനും ജയിപ്പിക്കാനും കഴിയും. അപ്പോൾ ഒന്നും പറയാനില്ലാത്ത അവസ്ഥയിലേക്ക് CPM എത്തി, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി. അപ്പോൾ മുഖ്യമന്ത്രി അത് പറയുന്നതുകൊണ്ട് അടുത്ത ആളുകൾ അത് പറയുന്നു. അതിലപ്പുറം ഈ SDPI, ഈ ജമാഅത്ത് ഇസ്ലാമി എന്നൊന്നും പറയുന്നതിന് ഒരു വസ്തുത ആ വിഷയത്തിലില്ല. ഒരാളെ തോൽപ്പിക്കാനോ ഒരാളെ ജയിപ്പിക്കാനുള്ള ശേഷി അവർക്ക് കേരളത്തിൽ ഇല്ല എന്ന് അറിയുന്ന ആളുകളാണ് നിങ്ങളും ഞങ്ങളൊക്കെ. പിന്നെ ഇതിങ്ങനെ എന്താ പറയുക, വിഡ്ഢികളുടെ സ്വപ്നത്തിലിരുന്ന് പറയുന്ന പോലെ പറയുന്നതിലപ്പുറം മറ്റൊന്നുമില്ല. CPMൻ്റെ പോക്ക് വളരെ വിനാശകരമായ പോക്കാണ്. മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാടുകൾ പരിപൂർണമായും ന്യൂനപക്ഷ വിരുദ്ധമാണ്. ന്യൂനപക്ഷങ്ങളെ അകറ്റിക്കൊണ്ട് ഒരു മൃദു ഹിന്ദുത്വ BJP RSS സമീപനത്തിലേക്ക്, സഹകരണത്തിലേക്ക് കേരളത്തിലെ CPMനെ കൊണ്ടുപോകുന്നു എന്നത് കഴിഞ്ഞ ഒരു 6 മാസത്തെ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ മാത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും.